M&B എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. കമ്പനി സ്റ്റാർട്ടായത് 1981 അതിൻ്റെ ആദ്യത്തെ പേരെന്ന് പറയുന്നത് മണിബായ് ആൻഡ് ബ്രദേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഇത് കമ്പനി ഓഫർ ചെയ്യുന്നത് സ്റ്റീൽ റൂഫിങ്സ് ആണ്. അതായത് നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമാതിരി എല്ലാ വലിയ വലിയ ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള വെയർ ഹൗസുകൾ, ഡിഫൻസിൻ്റെ സ്റ്റോറേജുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സ്റ്റീലിൻ്റെ റൂഫ് യൂസ് ചെയ്യും. സോ അങ്ങനെയുള്ള റൂഫ്സിൻ്റെ ബിൽറ്റ് ഇൻ മാനുഫാക്ചേഴ്സാണ് കമ്പനി. അതായത് ഓർഡർ അനുസരിച്ച് ബൾക്കിന് ഓർഡറൊക്കെ അനുസരിച്ചിട്ട് അവർ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കും. ഈ റൂഫുകളെല്ലാം സെൽഫ് സപ്പോർട്ടഡ് ആണ്. അതിന് എക്സ്ട്രാ ആയിട്ട് സപ്പോർട്ട് ഫീച്ചറോ ഒന്നും വേണ്ടി വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഏറെക്കുറെ 2024 ആയപ്പോഴത്തേക്കും 10,000-നടുത്ത് ഓർഡറുകൾ അല്ലെങ്കിൽ പ്രൊജക്റ്റുകൾ ഇന്ത്യയിൽ തന്നെ കമ്പനി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. IPOയുടെ ഡീറ്റെയിൽസിലോട്ട് നോക്കുമ്പോൾ IPO സ്റ്റാർട്ട് ആകുന്നത് ജൂലൈ 30 അത് എൻ്റെ ആകുന്നത് ഓഗസ്റ്റ് 1 ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ് ഒരു ഷെയറിന്. പ്രൈസ് ബാൻഡ് വരുന്നത് 366-നും 355-നും ഇടയ്ക്കാണ്. ലോട്ട് സൈസ് വരുന്നത് 38 ഷെയറുകളായിട്ടായിരിക്കും. അതിൽ തന്നെ ഓഫർ ഫോർ സെയിലും ഉണ്ട്, ഫ്രഷ് ഇഷ്യൂ ഉണ്ട്. അതായത് ഫ്രഷ് ആയിട്ട് ഇഷ്യൂ ആകുന്ന ഷെയർസും ഉണ്ടാവും, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർസിൻ്റെ സെയിലും ഉണ്ടാവും. കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോൾ റവന്യൂ എന്ന് പറയുന്നത് 2023 889 കോടിയും അത് 2024 808 കോടിയാവുകയും അവിടുന്ന് 2025 996 കോടി 89 ലക്ഷം രൂപയായിട്ടുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 2023 32 കോടി 89 ലക്ഷവും 2024 45 കോടി 63 ലക്ഷവും 2025 77 കോടി 5 ലക്ഷവുമായിട്ടുണ്ട്. ഓവറോളോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് 23%, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 69%, 2025 2024 കൂടുതൽ ഉയർന്നിട്ടുണ്ട്. കമ്പനിയുടെ ലേറ്റസ്റ്റ് GMP ഗ്രേ മാർക്കറ്റ് പ്രീമിയം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 85 രൂപയാണ്. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തെന്ന് മാത്രം. എപ്പോഴും പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. താങ്ക്